ഹായ് ഓൾ, എണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു എക്സാം ഡേറ്റ് അനൗൺസ്മെൻറ്റുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം ലൈൻമാൻ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ വിങ്ങിലേക്കുള്ള ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണും അല്ലേ. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. 19/11/2025 ആ ഒരു എക്സാം ഡേറ്റ്. നവംബർ 19 ഈ ഒരു എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ എക്സാം ഡേറ്റിന് എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കണം. 23/8/2025 11/9/2025 ഇടയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സാമിന് വേണ്ടി കൺഫർമേഷൻ കൊടുക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ നിങ്ങളത് ആ ഒരു കൺഫർമേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ വിളിച്ചിരിക്കുന്ന എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 32/2025 ഇത് ഡിസ്ട്രിക്ട് വൈസ് ആണ് ഈ ഒരു എക്സാം വിളിക്കുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലേക്കാണെന്ന് ചോദിച്ചാൽ ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ഈ ഒരു 5 ഡിസ്ട്രിക്റ്റിലേക്കുള്ള ഒരു എക്സാമാണ് ഇപ്പം ഈ വന്നിരിക്കുന്നത് 32/2025 എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓൾറെഡി നമുക്ക് ലൈൻമാൻ്റെ ഒരു എക്സാം വന്ന് കിടപ്പുണ്ട് അല്ലേ. അത് 436/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ്. അപ്പോൾ ഈ ഒരു എക്സാം ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലേക്കാണ്? 3 ഡിസ്ട്രിക്റ്റിലേക്കാണ്. എവിടേക്കാണ്? പത്തനംതിട്ട, വയനാട്, കാസർഗോഡ്. അപ്പം ആ ഒരു എക്സാമിൻ്റെ ഡേറ്റ് നമുക്ക് വരുന്നത് എന്നാണ്? 26 സെപ്റ്റംബർ, 9-ാം മാസമാണ്. അതായത് ഈ സെപ്റ്റംബർ 26 ഈ ഒരു എക്സാം വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ലൈൻമാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം കൂടെ വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഒരു എക്സാം കൂടെ വന്നിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവർ, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്ത് ചെയ്യുക, നിങ്ങളുടെ മുമ്പിൽ മറ്റൊരു എക്സാം ഉണ്ടെന്നുള്ള കാര്യം ആലോചിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുക. അതല്ല, ഇനിയും നിങ്ങൾ തുടങ്ങിയിട്ടില്ല, നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ കാറ്റഗറി നമ്പർ 436/2024 ആ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങുക. നിങ്ങൾക്ക് ഈ 2 എക്സാമിനും പ്രിപ്പയർ ചെയ്യാനുള്ള സമയം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഏകദേശം ഒരു 3 മാസം നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലൈൻമാൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് സ്ഥിരമായിട്ട് വിളിക്കുന്നതാണ്. കേരള PSC സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇലക്ട്രീഷ്യൻ പോസ്റ്റ് വിളിക്കുന്നുണ്ട്. സെയിം സിലബസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ലൈൻമാൻ്റെ എക്സാമുകൾ, ഇലക്ട്രീഷ്യൻ്റെ എക്സാമുകൾ, അതുപോലെ ITI ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് വരുന്ന മറ്റ് പല എക്സാമുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എക്സാമുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു സിലബസ് ഒത്തിരി ടഫ് ലെവലിലെ സിലബസ് ഒന്നുമല്ല. ബേസിക് സബ്ജക്ട്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കലിൻ്റെ ബേസിക് സാധനങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ അത്യാവശ്യം എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഒരു എക്സാമിന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ നിങ്ങൾ കാണണം, പക്ഷേ പഠിക്കാനുള്ള ഒത്തിരി ടഫ് ലെവലിലോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒത്തിരി ഇൻഡെപ്ത് ഒന്നും പോകേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു സിലബസ് ഒരു പ്രാവശ്യം കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് ഓരോ വർഷവും ഒട്ടനവധി എക്സാമുകൾക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിന് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക, അതിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെ അവസരങ്ങൾ, ഏതൊക്കെ എക്സാമുകളാണ് നിങ്ങൾക്ക് പറ്റുന്നത്, അതുപോലെ ഒരു 50 ഡേ സ്റ്റഡി പ്ലാൻ, ലൈൻമാൻ ഇനി വരാൻ പോകുന്ന എക്സാമിൻ്റെ ഒരു 50 ഡേ സ്റ്റഡി പ്ലാൻ ഒക്കെ നമ്മൾ വീഡിയോ ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചാനലിൽ നോക്കിയാൽ കാണാൻ പറ്റും. അത് നിങ്ങളൊന്ന് കാണുക. ഓക്കെ, അപ്പോൾ സിലബസിനെ പറ്റി എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ക്ലിയർ ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ എണസ്റ്റ് അക്കാഡമിയിൽ എന്തായാലും ഈ ലൈൻമാനെ ബേസ് ചെയ്തുള്ള ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 80 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്കപ്പം ഒരു 80 ഡേയ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തരും. അവിടെ നിങ്ങൾക്ക് കുറച്ച് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് റെക്കോർഡ് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ടെസ്റ്റുകൾ കാണും, അതായത് ക്ലാസ് ടെസ്റ്റ്, മോഡൽ ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, അങ്ങനെ എല്ലാവിധമായിട്ടുള്ള ടെസ്റ്റുകളും അടങ്ങിയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു കോഴ്സിന് വേണ്ടി നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആകുന്നത് മറ്റ് പല എക്സാമുകൾക്കും ആയിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ മറ്റൊരു എക്സാം, ഈ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൻ്റെ ഡേറ്റും വന്നിട്ടുണ്ട്. 14/11 അതിൻ്റെ ഒരു എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. PSC ഈ വർഷം തന്നെ വിളിച്ച നോട്ടിഫിക്കേഷനാണ്. അവർ വളരെ പെട്ടെന്ന് തന്നെ എക്സാം നടത്തുന്ന ഒരു എക്സാമാണ് ഈ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് BTech ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നമ്മുടെ ഫോക്കസ് ബാച്ച്, നമ്മുടെ 80 ഡേ സ്റ്റഡി പ്ലാൻ വെച്ചിട്ടുള്ള ഫോക്കസ് ബാച്ച് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഫോട്ടോസാണ്. നമ്മുടെ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റീസെൻ്റ് ആയിട്ടുള്ള ട്രേഡ്സ്മാൻ എക്സാമുകൾ, ട്രേഡ്സ്മാൻ, ടേണിങ്, മെഷീനിസ്റ്റ് അതുപോലുള്ള എക്സാമുകളിലൊക്കെ നമുക്ക്
ടോപ്പ് റാങ്കിൽ ഒരു മേജർ പോർഷനും നമുക്ക് NS അക്കാഡമിയുടെ സ്റ്റുഡൻസിനാണ് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിലെത്താൻ വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പം ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയും വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് അടുത്ത ലെവലിലേക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.